everyone, welcome to my YouTube channel Crafting with Love Ami. സോ എൻ്റെ ഈ സാധനങ്ങൾ, ഈ ഒരു സാധനമൊക്കെ കാണുമ്പോൾ തന്നെ, വാനില എസൻസിന്റെ കുപ്പി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഞാൻ എന്തിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത് എന്നുള്ളത്. പിന്നെ ക്രിസ്മസ് അല്ലേ, ക്രിസ്മസിൽ നമ്മൾ ഓൾറെഡി ക്രിസ്മസ് സീരീസിൽ വൈൻ ഉണ്ടാക്കി കഴിഞ്ഞു, വീടെല്ലാം ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇനി ഇതിന് ശേഷം നെക്സ്റ്റ് ഇനി വരുന്നത് എന്താണ്? പ്ലം കേക്ക് ആണ് അല്ലേ. അപ്പൊ ഞാൻ ഇന്ന് ഒരു റിച്ച് പ്ലം കേക്ക് ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു 500 ഗ്രാംസിന്റെ റിച്ച് പ്ലം കേക്ക് ആണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇൻഗ്രീഡിയൻസ് ആയിട്ട് ആദ്യം വരുന്നത് എന്താണ്? നമ്മുടെ മെയിൻ സംഭവം മൈദമാവ്. അപ്പൊ എന്തൊക്കെയായാലും ശരി, നമ്മൾ മൈദമാവിൽ ഉണ്ടാക്കുന്ന പോലെ ഒരു ടേസ്റ്റ് ഒന്നും വേറൊരു കേക്കിനും ഉണ്ടാകത്തില്ല അല്ലേ. ഇൻഗ്രീഡിയൻസ് എല്ലാം മെഷർ ചെയ്യുന്നത് ഞാൻ ഗ്രാംസിലാണ് മെഷർ ചെയ്യുന്നത്, മെഷറിംഗ് കപ്പിലല്ല കേട്ടോ. അപ്പം മൈദ ഞാൻ 100 ഗ്രാംസ് ആണ് മെഷർ ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ കൂടെ ഡ്രൈ ഇൻഗ്രീഡിയന്റ് ആയിട്ട് ബേക്കിംഗ് പൗഡർ ആണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ബേക്കിംഗ് സോഡ ഞാൻ ഇതിനകത്ത് ഉപയോഗിക്കുന്നതേ ഇല്ല. ബേക്കിംഗ് പൗഡർ അത് 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അതായത് ഈ ഒരു ടീസ്പൂൺ 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ പ്ലസ് 1/8 ടീസ്പൂൺ ഓഫ് ബേക്കിംഗ് പൗഡർ. അപ്പം ഇത് ഒരു ഫുൾ സ്പൂൺ, ഇതിന്റെ പകുതി ഒരു സ്പൂൺ കൂടെ, അപ്പം 1/4 പ്ലസ് 1/8 ടീസ്പൂൺ ഓഫ് ബേക്കിംഗ് പൗഡർ ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പം അതും കൂടെ ഞാൻ ഇട്ടിട്ട് നല്ലപോലെ സീവ് ചെയ്ത് എടുത്ത് വെച്ചിരിക്കുന്നതാണിത്. അപ്പൊ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം സെറ്റ് ആയിട്ട് ഞാൻ ഇങ്ങനെ വെക്കുകയാണ്. പിന്നെ ഇനി വേണ്ടതെന്ന് പറയുന്നത് റിച്ച് പ്ലം കേക്ക് അല്ലേ. അപ്പൊ നമ്മൾ റിച്ച് ആയിട്ട് തന്നെ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഇടണം. അപ്പോൾ ഇതെനിക്ക് ഇഷ്ടമുള്ള എന്ത് വേണോ നിങ്ങൾക്ക് ഇടാം കേട്ടോ. എനിക്ക് അവൈലബിൾ ആയിട്ട് എനിക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടിയ സാധനങ്ങളാണ് ഞാനിപ്പം എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു നോർമൽ ഒരു 500 ഗ്രാംസ് കേക്കിന് ഒരു 150 ഗ്രാംസ് ഡ്രൈ ഫ്രൂട്ട്സ് മതി. അപ്പൊ ഞാൻ ഇതിൽ റിച്ച്നെസ് കൂട്ടിയിരിക്കുന്നുണ്ട്. ഞാൻ ഒരു ക്ലോസ് ടു 200 ഗ്രാംസ് ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. അപ്പൊ യൂഷ്വലി 150 ഗ്രാംസ് മതി. ഞാനൊരു ക്ലോസ് ടു 200, അതായത് ഫുൾ കംപ്ലീറ്റ് 200 അല്ല, എനിക്ക് തോന്നുന്നു ഒരു 180-185 അത്രയും ഗ്രാംസ് ഉണ്ട്. അപ്പൊ ഇതിനകത്ത് ഞാൻ എടുത്തിരിക്കുന്നതെന്ന് പറയുന്നത് ചെറി, ഒബ്വിയസ്ലി ചെറി ഉണ്ട്, അത് ഞാൻ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് റൗണ്ട് ആയിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഡേറ്റ്സും അതുപോലെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തെടുത്തത്. ടൂട്ടി ഫ്രൂട്ടി നമുക്ക് മറക്കാൻ പറ്റത്തില്ല, അത് ഒരിക്കലും അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് പ്ലം കേക്കിനകത്ത് ടൂട്ടി ഫ്രൂട്ടി എന്ന് പറയുന്നത്. പിന്നെ അതിനുശേഷം റേസിൻസ് ആണ് എടുത്തിരിക്കുന്നത്. റേസിൻസ് ഞാൻ ആക്ച്വലി 3 ടൈപ്പ് ഓഫ് റേസിൻസ് ആണ് എടുത്തിരിക്കുന്നത്. ഒരു ബ്ലാക്ക് റേസിൻസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ ഇങ്ങനെ ഇട്ടിട്ട് ഒരു 180-185 ഗ്രാംസ് വരെ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരുന്നു. അങ്ങനെയാണ്, അല്ലാതെ ഇത്ര കണക്കൊന്നുമില്ല കേട്ടോ. ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് ഞാനിങ്ങനെ കൈ കണക്ക് വെച്ച് ഞാൻ ഇങ്ങനെ ചുമ്മാ ഇടുന്നതായിരുന്നു. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പം ബ്ലാക്ക് റേസിൻസ് എടുത്തു. പിന്നെ വൈറ്റ് റേസിൻസ് തന്നെ 2 ടൈപ്പ് ഓഫ് വൈറ്റ് റേസിൻസ് എടുത്തു. അതായത് ചെറിയ കുഞ്ഞായിട്ടുള്ള റേസിൻസും അത്യാവശ്യം കുറച്ച് നല്ല നീണ്ട് നിവർന്ന് ഇരിക്കുന്ന കുറച്ചും കൂടെ ഫ്ലഷി ആയിട്ടുള്ള വൈറ്റ് റേസിൻസും. അപ്പൊ അങ്ങനെ അതെല്ലാം ഞാൻ എടുത്തിങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പം ഇത്രയാണ് മെയിൻ ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള സാധനം. പിന്നെ ഇത്രയും ഞാൻ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സാധനമാണ്. ഇനി ഇതല്ലാതെ സോക്ക് ചെയ്യാതെ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെറുക്കൊരു കൈപ്പിടിയിലൊക്കെ കാഷ്യൂം ഞാൻ ഇടും. അപ്പൊ അതും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ എന്തായാലും 200 ഗ്രാംസോളം, അതിനേക്കാളും കൂടുതലാവും ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. അപ്പം അത്രയാണ് ഡ്രൈ ഫ്രൂട്ട്സിന്റെ കണക്കെന്ന് പറഞ്ഞാൽ. പിന്നെ ഞാനിതിവിടെ ആൽക്കഹോളിലൊന്നുമല്ല സോക്ക് ചെയ്യുന്നത്. ബട്ട് ആൽക്കഹോൾ യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഞാൻ ഇങ്ങനെ വഴിയെ പറഞ്ഞുതരാം. എനിവേ ഞാനത് ആൽക്കഹോളിലല്ല സോക്ക് ചെയ്യുന്നത്. ഞാനിത് ഷുഗർ സിറപ്പിനകത്തിട്ട് ഞാൻ വിളയിച്ചെടുത്താണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിനകത്ത് ഇനി ഷുഗർ എത്ര വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 88 ഗ്രാംസ് ഓഫ് ഷുഗർ, ഗ്രാനുലേറ്റഡ് ഷുഗർ ആണ്. അപ്പം ഞാൻ മെഷർ ചെയ്ത് ഞാൻ എടുക്കും 88 ഗ്രാംസ് ഷുഗർ. അത് കഴിഞ്ഞിട്ട് നമ്മളത് പൊടിച്ചെടുക്കും. അപ്പം അതാണ് നമ്മൾ കേക്കിന് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ സിറപ്പിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് 75 ഗ്രാംസ്. അതായത് എപ്പോഴും നോക്കിക്കോണം, 500 ഗ്രാം കേക്കിന് വേണ്ടിയിട്ട് നമ്മൾ സിറപ്പ് ഉണ്ടാക്കുന്നത് 75 ഗ്രാംസ് ഷുഗർ ആണ് നമ്മൾ എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനകത്ത് വെള്ളം അതിനനുസരിച്ച് നമ്മൾ അതും അളന്നാണ് നമ്മൾ ഗ്രാംസിലാണ് വെള്ളം എടുക്കുന്നത്. അതായത് 75 ഗ്രാംസ് വെള്ളത്തിന് 75ന്റെ പകുതി വെള്ളം എടുക്കണം. 75/2 എത്രയാണ്? 3, ഒരു ക്ലോസ് ടു ഒരു 37, ഒരു ഇതൊക്കെ 37-38 ഗ്രാംസ് വെള്ളം അതും കൂടെ എടുക്കണം. അപ്പൊ അതാണ് നമ്മൾ കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാക്കുന്നത്. ഞാൻ ഒന്നുകൂടെ കാരമലൈസ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഞാൻ അധികം കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യുന്നില്ല. ബാക്കിയുള്ളതൊക്കെ ഞാൻ ഇങ്ങനെ വഴിയെ ഞാൻ പറഞ്ഞു തരാം. പിന്നെ മറക്കാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ മുട്ട. ആക്ച്വലി 88 ഗ്രാംസ് മുട്ടയാണ് നമുക്ക് വേണ്ടത്. അപ്പം അതെങ്ങനെ നമുക്ക് മനസ്സിലാവുന്ന വെച്ച് കഴിഞ്ഞാൽ, ഒരു നോർമൽ സൈസുള്ള ഒരു മുട്ട എന്ന് പറയുന്നത് 45 ഗ്രാംസ് ആണ്. അപ്പൊ 45 ഗ്രാംസ് 2 ചേരുമ്പോൾ 90 ഗ്രാംസ്, ഒരു 88-90 ആ ഒരു ഇതിലുള്ള മുട്ട.
അപ്പൊ അങ്ങനെ 2 മുട്ട എടുക്കുന്നു. പിന്നെ നമുക്ക് ഓറഞ്ച് സെസ്റ്റ് വേണം. അപ്പം ഇത് ഞാൻ അത്യാവശ്യം തിരക്കുള്ള ഒരു വലിയ ഓറഞ്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ഹാഫ് ഓറഞ്ചിന്റെ സെസ്റ്റ് അത് നമ്മൾ ഒരു ഗ്രേറ്റിലിട്ട് ഇങ്ങനെ ആക്കുമ്പോൾ അത് ഇങ്ങനെ ഗ്രേറ്റ് ആയിട്ട് വരും. അപ്പൊ ഇതിന്റെ വെള്ള ഇത് കാണുന്ന വരെ ഗ്രേറ്റ് ചെയ്യാവും. അങ്ങ് ഫുൾ എടുത്തിട്ട് ഗ്രേറ്റ് ചെയ്തത് കയ്പ് വരും. അപ്പൊ ഞാൻ യൂഷ്വലി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇങ്ങനെ ചെറിയൊരു കത്തി എടുത്ത് ഇങ്ങനെ ചെത്തി ഇങ്ങനെ കളഞ്ഞിട്ട് അത് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുക്കലാണ് പതിവ്. ഇത്രയാണ്. ഇനി ബാക്കി എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ ഓയിൽ ഉണ്ട്. ഓയിലും ഇതുപോലെ തന്നെ 88 grams ഓഫ് ഓയിൽ. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഞാനിവിടെ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഇത്തവണ ഓയിൽ യൂസ് ചെയ്യാൻ വെച്ചു. അപ്പം ഇത്രയേ ഉള്ളൂ. പിന്നെ അല്ലാതെ നമ്മൾ ഓൾ സ്പൈസസ് ആയിട്ട് ഞാൻ ഇവിടെ ഇത് ഷുഗർ പൊടിക്കുന്നതിന്റെ കൂടെ ഇതും കൂടെ ഇട്ട് പൊടിക്കുക. ഒരു കുഞ്ഞു കഷ്ണം പട്ട, ഒരു ഗ്രാമ്പൂ, അല്ല ഒരു ഏലക്ക, പിന്നെ ഒരു ഗ്രാമ്പൂ. ഇത്രയേ ഉള്ളൂ. ഇതെല്ലാം ഞാൻ ഇങ്ങനെ വഴി ഇനി പ്രോസസ്സിൽ പറഞ്ഞുതരാം. ഇത് ജസ്റ്റ് ഞാനൊന്ന് ഇങ്ങനെ ഒന്ന് പറഞ്ഞു വെച്ചേ ഉള്ളൂ. അപ്പൊ ഇത്രയാണ് കാര്യങ്ങൾ. അപ്പൊ ഇനി നമുക്ക് കുറച്ച് സമയം എടുക്കുന്ന ഒരു പ്രോസസ്സിലേക്ക് ആദ്യം കിടക്കാം. നമ്മൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പൊ നമുക്ക് അതിലേക്ക് പോകാം. കാരണം നമുക്ക് അത് ആറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് അത് നമ്മുടെ ബാറ്ററിലേക്ക് ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അപ്പൊ നമ്മൾ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് 75 grams ഓഫ് ഷുഗർ ആണ്, ഗ്രാനുലേറ്റഡ് ഷുഗർ. അതിങ്ങനെ പരത്തി ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ സ്ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇതിങ്ങനെ പരത്തി വെച്ചിട്ട് ഇത് നന്നായിട്ട് ഇതൊന്ന് അലിഞ്ഞു വരണം. അപ്പൊ നമുക്കൊരു 2-3 മിനിറ്റ് ഈ സ്ലോ ഫ്ലെയിമിൽ തന്നെ നമുക്ക് ഇട്ടിട്ട് ഇത് നല്ലപോലെ ഒന്ന് ആദ്യം അലിയിച്ചെടുക്കാം. അതിനുശേഷം ഇതിന്റെ കളറൊക്കെ ഒന്ന് മാറി വരണം. അപ്പൊ ആദ്യം ഒന്ന് അലിഞ്ഞു വരട്ടെ. ഷുഗർ ഏതാണ്ടൊക്കെ ഇങ്ങനെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. എന്നാലും നമുക്ക് അവിടെ ഇങ്ങനെ ചെറിയ ഗ്രാനുൾസ് ഒക്കെ കാണാം. അപ്പൊ അത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്യണം. നന്നായിട്ടൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇത്രയും കളർ പോരാ. നമ്മുടെ കളർ അറിയാലോ, നല്ല ഡാർക്ക് ബ്രൗൺ കളർ ആയിട്ടാണ് പ്ലം കേക്ക് ഇരിക്കുന്നത്. സോ ഇത് നല്ല പോലെ ഇതിനെ ഒന്ന് കളർ മാറ്റി എടുക്കണം. അപ്പൊ ഇതിപ്പം ഗ്രാനുൾസ് ഒക്കെ അലിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ കിടന്ന് ഇതിന്റെ കളറൊക്കെ എത്തി അത്യാവശ്യം ഒന്ന് മാറി ഒരു കുറച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ ഒരു ഗോൾഡൻ പതകൾ മാത്രമായിട്ട് ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. ആ ഒരു പരുവം വരെ നമ്മൾ ഇതിങ്ങനെ അത്യാവശ്യം ഇളക്കിക്കൊണ്ടൊക്കെ ഇരിക്കണം. ഓവറായിട്ട് ചിലപ്പോ ഇത് കൂടുതൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകും. അപ്പൊ അതുകൊണ്ട് നമ്മളിങ്ങനെ സൂക്ഷ്മമായിട്ട് നോക്കിക്കൊണ്ടിരിക്കണം. എന്താ കണ്ടോ, ഇത് കണ്ടോ ഇങ്ങനെ ഗോൾഡൻ കളർ പത വന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇതിങ്ങനെ നമ്മൾ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. ഇതിന്റെ കളറൊക്കെ കുറച്ചൊന്ന് മാറി ഇതിന്റെ പതയൊക്കെ ഇത്തിരി അത്യാവശ്യം ഒന്ന് ഇങ്ങനെ കുറഞ്ഞു വരും. അപ്പൊ അതുവരെ ഇപ്പോഴും സിമ്മിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. ഇപ്പൊ ആ ഒരു ഷുഗർ കാരമലൈസ് ആവുന്നതിന്റെ ആ ഒരു മണമൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതുവരെ നമ്മൾ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ട് ഇരിക്കുക. ഇതിന്റെ പതകളൊക്കെ ഏതാണ്ടൊക്കെ ഇങ്ങനെ കുറഞ്ഞു വന്നിട്ടുണ്ട്. ഞാൻ ക്യാമറ കുറച്ച് പുറകോട്ടാക്കുകയാണ്. വെള്ളം ഒഴിക്കുമ്പോൾ എനിക്ക് തെറിക്കും. ഗൈസ്, ഞാൻ വെള്ളം ഒഴിച്ചു. അതിന്റെ വെടിപൊട്ടലാണ് ഈ കേൾക്കുന്നത്. ഇനി ഇത് കണ്ടോ, ചെറുതായിട്ടൊന്ന് കട്ടിയാവും വെള്ളം ഒഴിക്കുമ്പോഴേക്കും. അത് സാരമില്ല, നന്നായിട്ടൊന്ന് അലിയിച്ചെടുത്താൽ മതി. ഞാനിങ്ങനെ നന്നായിട്ടൊന്ന് കലക്കുകയാണ്. കാരണം അതൊക്കെ ഒന്ന് മെൽറ്റായിട്ട് വരണം വെള്ളത്തിനകത്ത്. സോ ഇത് നന്നായിട്ടൊന്നിങ്ങനെ കൈയെടുക്കാതെ ഇളക്കി അതിനൊന്ന് മൊത്തത്തിൽ മെൽറ്റ് ആക്കുക. അപ്പൊ നമ്മുടെ കാരമൽ ഏതാണ്ടൊക്കെ ഒന്ന് മെൽറ്റായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടോ, അത്യാവശ്യം ഒരു കുറുകലൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമ്മൾ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഇടാൻ പോവാണ്. നമ്മൾ മെഷർ ചെയ്ത് വെച്ച് ഡ്രൈ ഫ്രൂട്ട്സ്, അതായത് ഒരു 185 ഗ്രാംസോളം ഒക്കെ വരുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ഇട്ടേക്കുന്നത്. ഇനി അത് നന്നായിട്ട് ഇതിനകത്തൊന്ന് വിളയിച്ച് എടുക്കാം. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് ചെറുതായിട്ട് ഇതൊന്ന് സോക്കാവണം. ഈ ഒരു അതാണ് നമ്മൾ ചൂടിലേ നമ്മൾ ഇത് ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് പെരണ്ട് വരണം എല്ലാത്തിലും. ഇത്രയേ ഉള്ളൂ. സ്ലോ ഫ്ലെയിമിൽ തന്നെ ഒന്നുകൂടെ ഒന്ന് നന്നായിട്ടൊരു മിക്സ് ചെയ്യുക. കാണുമ്പോൾ തന്നെ ഒന്ന് ഗ്ലേസ്ഡ് ആയിട്ട് വന്ന കണ്ടില്ലേ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ. അതിലൊന്ന് പെരണ്ട് നല്ല പോലെ ഒന്ന് ഒരു ഗ്ലേസിങ് വെച്ചു. നല്ലൊരു ഷൈനിങ് ആയിട്ട് ഇങ്ങനെ വരുന്നില്ലേ. അപ്പോൾ അത് കുറച്ചുകൂടെ ഒന്ന് എല്ലാ ഡ്രൈ ഫ്രൂട്ട്സിലൊക്കെ ഒന്ന് ആ ഒരു ചൂട് കയറട്ടെ. അതുവരെ നമ്മളിങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. അത്രയേ ഉള്ളൂ. ഒരു 2-3 മിനിറ്റ് ഞാൻ ഇങ്ങനെ ഈ ഒരു ഷുഗർ സിറപ്പിലിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് ഇളക്കി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ നല്ലൊരു ഗ്ലേസ്ഡ് എഫക്റ്റ് കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കണ്ടാലും അറിയാലോ, ഇതിന്റെ കളറൊക്കെ ഏതാണ്ടൊക്കെ ഒന്ന് ഡിമ്മായിട്ട് ഇങ്ങനെ ഒരു ഗ്ലേസ്ഡ് ഒരു എഫക്റ്റിൽ കണ്ടില്ലേ. എല്ലാം ഒന്ന് ഗ്ലേസിങ് ആയിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. തിളങ്ങുവാണ്, നല്ലപോലെ തിളങ്ങുവാണ്. അപ്പോൾ ഇത്രയും മതി. ഒരു 2-3 മിനിറ്റ് ഞാൻ ഇങ്ങനെ ഇട്ട് ഒന്ന് ഇളക്കി. ഇതിനി നമുക്കൊന്ന് തണുപ്പിക്കാൻ വെക്കണം. തണുത്ത് റൂം ടെമ്പറേച്ചർ ആയാൽ മാത്രമേ നമുക്കിത് കേക്കിലേക്ക് ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ആറി വരണം. പിന്നെ ഇത് ഒന്ന് ആറുമ്പോൾ കുറച്ചൊന്ന് ഇത് ഹാർഡാവും. അത് നമ്മൾ കേക്കിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ അതെല്ലാം താനെ അലിഞ്ഞു വന്നോളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ വിളയിക്കൽ
പരിപാടീസ് കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ കേക്കിന്റെ ബാക്കി ബാറ്റർ ഉണ്ടാക്കാൻ പോകാം. ഇനി നമുക്ക് നമ്മുടെ ബാക്കി ഇതിലേക്ക് കിടക്കാം. അപ്പം ആദ്യം തന്നെ ഒരു മിക്സിയിൽ ഞാനിത് 88 grams ഓഫ് ഗ്രാനുലേറ്റഡ് ഷുഗർ ആണ് എടുത്തിരിക്കുന്നത്. അതിട്ട് കൊടുത്തു. ഇനി ഒരു ഗ്രാമ്പൂ, ഒരു ഇത്ര പോകുന്ന ഒരു കുഞ്ഞി കഷ്ണം പട്ട, ഒരു കാടമം. ഇനി ജാതിക്ക ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് ആഡ് ചെയ്യാത്തത്. അത് ഇതുപോലെ ഒരു കുഞ്ഞി, അത് മിക്കവാറും ഒരു സീഡായിട്ടായിരിക്കുമല്ലോ കിട്ടുന്നത്. അതൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അതിൻ്റെ പൊടി ഒരു പിഞ്ച് ഒരു പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് ഒന്ന് പൗഡർ ചെയ്തിട്ട് വരാം. അപ്പം ഞാൻ നല്ലപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം അതൊക്കെ തുറക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ പോകൊണ്ടിരിക്കും. ഓക്കെ, ഓൾ റൈറ്റ്. സോ നന്നായിട്ട് പൊടിച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. സോ അത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പം നമുക്ക് കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കാം. അപ്പം അതിനായിട്ട് ഞാനൊരു ചരുവം, സ്റ്റീൽ ചരുവമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ എൻ്റെ ആയുധങ്ങളൊക്കെ ഞാൻ ഓൾറെഡി സെറ്റാക്കി, ഞാൻ ബീറ്ററൊക്കെ സെറ്റാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ആദ്യം വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാരയും പിന്നെ 2 മുട്ടയും കൂടെ നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്യാം. സോ ഒരു 8 minutes കണ്ടിന്യൂസ്ലി ഒരു ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്ത് എടുക്കണം. അപ്പം ഞാൻ ആദ്യം തന്നെ ഷുഗർ, പൗഡേർഡ് ഷുഗർ ഇട്ട് കൊടുക്കുകയാണ്. ഈ പൗഡേർഡ് ഷുഗർ വറുക്കുമ്പോൾ ഒരു എന്താ പറയുക, നല്ലൊരു മണമാണ്. ഒരു കേക്കിൻ്റെ ഷോപ്പിൽ കയറിയ അതേപോലത്തെ ഒരു മണമാണ്. കാരണം ഇതിനകത്ത് ഓൾ സ്പൈസസും എല്ലാം ആഡ് ചെയ്തിരിക്കുന്നുണ്ട്. ആ ഒരു നല്ലൊരു മണമാണ്. അങ്ങനെ ഷുഗർ ഇട്ടു. ഇനി 2 മുട്ട കൂടെ പൊട്ടിച്ചു വയ്ക്കാം. രണ്ടാമത്തെ നമ്മൾ അതുപോലെ ഇത് അടിച്ച് പതപ്പിക്കുമ്പോൾ ഉണ്ടല്ലോ, മുട്ടയുടെ ഒരു ചുവ വരും. അപ്പം അത് മുളയിലേ നുള്ളിക്കളയാനായിട്ട് ഒരു 1/4 സ്പൂൺ വാനില എസൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് മൊത്തത്തിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു 8 minute ആണ് ഇതിൻ്റെ ഒരു ബീറ്റിംഗ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വല്ലാത്ത ശബ്ദമായിരിക്കും. സോ ഞാനിത് ദൈവത്തിൻ്റെ മനസ്സിൽ ധ്യാനിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഹൈ സ്പീഡിൽ ഇട്ടിട്ട് വേണം ഇത് ബീറ്റ് ചെയ്തെടുക്കാൻ കേട്ടോ, കാരണം നല്ലപോലെ ഫ്ലഫി ആയിട്ട് വരണം. അപ്പോൾ നമ്മുടെ ഷുഗറും എഗ്ഗും നല്ലപോലെ ബീറ്റായിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഒരു പേൽ വൈറ്റ് കളർ ആയിട്ട് വന്നിട്ടുണ്ട്. ആ മുട്ടയുടെ കളർ എല്ലാം മാറി നല്ലപോലെ ബീറ്റ് ആകുമ്പോൾ ഒരു പേൽ വൈറ്റ് കളർ ആയിട്ട് വരും. കണ്ടില്ലേ, ഒരു മയണൈസിന്റെ ഒക്കെ ഒരു കൺസിസ്റ്റൻസിയിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഓയിൽ ആഡ് ചെയ്യാണ്. അപ്പോൾ ഞാൻ 88 grams ഓഫ് സൺഫ്ലവർ ഓയിൽ ഞാൻ മെഷർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ആക്ച്വലി 80 grams എന്ന് പറയുന്നത് 1/2 കപ്പാണ്. 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ. അപ്പോൾ അതും കൂടെ ഞാൻ ഇതിനൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതിങ്ങനെ ഫ്ലഫി ആവുന്നവരെ ഇതാക്കണ്ട, ഒന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരു മിനിറ്റ് ലോ സ്പീഡിൽ ഇട്ടിട്ട് വേണം, 1-2 മിനിറ്റ് ലോ സ്പീഡിൽ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ. ഓക്കെ, അപ്പോൾ അത് മാറ്റി വെക്കട്ടെ. ഞാൻ വീണ്ടും ലോ സ്പീഡിൽ, അപ്പം ഞാൻ 1ന്റെ സ്പീഡിൽ ഇട്ടിട്ടാണ് ഞാനിതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇനി അടുത്തത് ആഡ് ചെയ്യുന്നത് ജാമാണ്. ഇതൊന്ന് നന്നായിട്ട് വിസ്ക് ഒക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്തിട്ട്, ഞാൻ അല്ലാതെ ഇട്ടിട്ട് ഞാനൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. സോ ഇത് 29 grams ആണ് ഈ ജാമിന്റെ വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ക്ലോസ് ടു ഒരു 1-2 ടേബിൾ സ്പൂണോളം ഒക്കെ വരും. അത് ഞാനിതിൽ ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ഏത് ടൈപ്പ് ജാം വേണോ യൂസ് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മിക്സ്ഡ് ഫ്രൂട്ട് ജാമാണ്. ഇനിയിപ്പോൾ വേറെ സ്ട്രോബെറിയോ എന്ത് ഫ്ലേവറിലുള്ളത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ. അപ്പം ഞാനിതൊരു 1ന്റെ സ്പീഡ് ഇട്ടിട്ട് വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാനത് ഫുള്ള് ബീറ്റ് ചെയ്തെടുത്തു. ആ ഒരു ജാമിൻ്റെ ഇത് അവിടെ ഇങ്ങനെ നല്ലപോലെ ബീറ്റ് ചെയ്താലും കുറച്ച് ഇങ്ങനെ ക്രഷസ് പോലെ ഇങ്ങനെ കിടക്കുമല്ലോ, അതൊക്കെ അങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ബീറ്റിംഗ് പ്രോസസ്സ് ഇവിടെ ഇതോടെ തീരുകയാണ്. ഇനി നമ്മൾ ഒന്ന് ഹാൻഡ് കൊണ്ട് മിക്സ് ചെയ്തെടുക്കാനാണ് പോകുന്നത്. ഒരു തവി കൊണ്ടിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കും. അപ്പം ഇനിയുള്ള ബാക്കിയുള്ള ഇതെന്ന് പറയുന്നത് നമ്മൾ വിളയിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ ഡ്രൈ ഫ്രൂട്ട്സും പിന്നെ അരിച്ചു വെച്ചിരിക്കുന്ന മൈദമാവുമാണ്. അപ്പം ഞാൻ ഇതൊന്ന് ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി മാവിൻ്റെ മിക്സിങ് തുടങ്ങാം. ഇനി നമ്മുടെ മിക്സിംഗ് പ്രോസസ്സിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം കുറച്ച് മൈദമാവ് ഇട്ട് കൊടുക്കും. ഒരു 2-3 സ്പൂൺ മൈദമാവ് ഇട്ട് കൊടുക്കും. എന്നിട്ട് ഞാൻ വിളയിക്കാൻ എടുത്ത ആദ്യ സ്പൂൺ തന്നെയാണ് എടുക്കുന്നത്. ഇനി
നന്നായിട്ടൊന്ന് പതുക്കെ നമ്മൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു ഫോൾഡിങ് പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. സോ ഇതിങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. ആദ്യം മാവ്, പിന്നെ അതിനുശേഷം കുറച്ച് ഡ്രൈ ഫ്രൂട്ട് ആ വിളയിച്ചെടുത്തത്. സോ ഇതിപ്പം മാവ് ഇതിനകത്ത് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു ഡിറക്ഷനിൽ തന്നെ പതുക്കെ, വലിയ ബലം പ്രയോഗിക്കാതെ പതുക്കെ നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കണം. ഓക്കെ, സോ ഇതിപ്പം മാവെല്ലാം റെഡിയായി വന്നു. ഇനി അതേപോലെ ഒരു പോർഷൻ നമ്മൾ വിളയിച്ച് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഇല്ലേ, അതും ഇങ്ങനെ ഇട്ട് കൊടുക്കുക. സോ ഒരു പോർഷൻ അത് ഇട്ട് കൊടുത്തു. ഇനി അതും പതുക്കെ വളരെ മെല്ലെ ഒന്ന് ഫോൾഡ് ചെയ്യുന്ന പോലെ ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലായിടത്തും ആവണം. ഇപ്പൊ കണ്ടോ, ആ ഒരു ബാറ്ററിന്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നത് കണ്ടോ? ആ കാരമൽ നമ്മുടെ ബാറ്ററിനൊക്കെ മിക്സായി വരുമ്പോൾ ആ തനിയാ ഇതിന്റെ കളറും അങ്ങ് മാറി വരും. അങ്ങനെ ഡ്രൈ ഫ്രൂട്ട്സും മിക്സ് ആയിട്ടുണ്ട്. ഡ്രൈ ഫ്രൂട്ട്സ് എന്താ മിക്സായി. ഇനി വീണ്ടും അടുത്ത സെറ്റ് മൈദമാവ്, ഒരു 3 സ്പൂൺ മൈദമാവ് ഇട്ട് കൊടുത്തു. വീണ്ടും ഇങ്ങനെ ഒരു സർക്കുലർ മോഷനിൽ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. സോ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് ആഡ് ചെയ്യുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതും മൈദമാവിലായിരിക്കണം, അതായത് ഡ്രൈ ഇൻഗ്രീഡിയൻസിലായിരിക്കണം, എൻഡ് ചെയ്യുന്നതും ഡ്രൈ ഇൻഗ്രീഡിയൻസിലായിരിക്കണം. അത് മാത്രം നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, സോ ഇതും ഇപ്പോൾ മൈദമാവും എല്ലായിടത്തും ആയി. ഇനി ഇത് കുറച്ചുകൂടെ ഉള്ളൂ ഈ ഒരു വിളയിച്ച സംഭവം. ഞാനത് ബാക്കിയെല്ലാം ഫുള്ളായിട്ടൊന്ന് വൈപ്പ് ചെയ്ത് ഇടാൻ പോവുകയാണ്. സോ ഫുള്ളായിട്ടൊന്ന് അതിൽ നിന്നൊന്ന് വഴിച്ചെടുക്കണം. അപ്പം ഞാൻ ഫുള്ള് വഴിച്ചെടുത്തു. ഇനി വീണ്ടും ഒന്ന് നന്നായിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. വീണ്ടും അതിൻ്റെ കളർ കണ്ടോ, ഡാർക്കായി ഡാർക്കായി ഇങ്ങനെ വരുന്നത്. കുറച്ചുകൂടി ഇങ്ങനെ ഡാർക്കായിട്ട് വരും. പിന്നെ ഇതല്ലാതെ അഡീഷണൽ ആയിട്ട് ഓപ്ഷണൽ ആണ്, അത് വേണമെങ്കിൽ മതി, കാരമൽ സിറപ്പ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് ബേസിക്കലി നമുക്ക് നമ്മുടെ ഈ പ്ലം കേക്കിന് കുറച്ചുകൂടെ ഒരു നല്ല ഒരു എക്സാക്ട് പ്ലം കേക്കിന്റെ കളർ കൊടുക്കാനാണ്. നമ്മൾ എത്ര നമ്മൾ ഷുഗർ ഇങ്ങനെ കാരമലൈസ് ചെയ്താലും ആ ഒരു അങ്ങനത്തെ ഒരു കറുത്ത, നമ്മളിപ്പോൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന പോലത്തെ അങ്ങനത്തെ ഒരു കറുത്ത കളർ കിട്ടത്തില്ലല്ലോ. സോ അത് കിട്ടണമെങ്കിൽ നമ്മൾ അല്ലാതെ കാരമലൈസ്ഡ് സിറപ്പ് നമുക്ക് മേടിക്കാൻ കിട്ടും. അത് ആഡ് ചെയ്താൽ മതി. ഒരു ടേബിൾ സ്പൂൺ ഒക്കെ അത് ആഡ് ചെയ്ത് കഴിയുമ്പോൾ ആ എക്സാക്ട് പ്ലം കേക്കിന്റെ ആ ഒരു കളറ് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം റെഡിയായി. ഇനി നമ്മുടെ ലാസ്റ്റ് ബാച്ച് മൈദ മാവ്, ബേക്കിംഗ് പൗഡർ, അതിൻ്റെ ആ ഒരു മിക്സ് ലാസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുകയാണ്. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതും എൻഡ് ചെയ്യുന്നതും ഈ ഡ്രൈ ഇൻഗ്രീഡിയൻറ്റിലാണ്. ഓക്കെ, സോ വീണ്ടും നന്നായിട്ട് പതുക്കെ ഇളക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. സോ ഇതിപ്പോൾ ഞാൻ ഈ ഇളക്കി കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ വേറൊരു പണി ഞാൻ ചെയ്യുകയാണ്. ഇതിപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കട്ടെ. ഞാൻ എൻ്റെ ഓവൻ ഞാനൊന്ന് ഓൺ ചെയ്യുകയാണ്. ഓൺ ചെയ്തിട്ട് അതൊരു 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ എൻ്റെ ഓണായ ശബ്ദമാണ് നിങ്ങൾ കേട്ടത്. സോ ഇതാണ് എൻ്റെ ഓവൻ. സോ ഇത് ഞാനിപ്പോൾ പ്രീ ഹീറ്റ് ചെയ്യാൻ പോവുകയാണ്. സോ ഇത് ഞാൻ ഇത് ക്ലിക്ക് ചെയ്തു. എന്നിട്ട് 180 ഡിഗ്രി സെൽഷ്യസിൽ ഞാൻ ഇതൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ പോവുകയാണ്. ഞാനതിന് മുന്നേ ഞാനൊന്ന് തുറന്ന് നോക്കട്ടെ കേട്ടോ, ഞാൻ അകത്ത് എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ. യൂഷ്വലി ഞാൻ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പത്തും പതിനെയും വെക്കാറുണ്ട്. സോ ഒന്നുമില്ല. അപ്പോൾ ഞാനങ്ങനെ അടച്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, സോ ഇത് ഒരു കാര്യം ഞാൻ മിസ് ചെയ്തു. ഞാനിതൊന്ന് ടൈമും കൂടെ സെറ്റ് ചെയ്യട്ടെ കേട്ടോ. സോ ഇതിൻ്റെ ടൈമും കൂടെ ഞാൻ സെറ്റ് ചെയ്തു. 10 മിനിറ്റ്സിൽ ഞാനിനി സ്റ്റാർട്ട് ചെയ്യാൻ കൊടുക്കുകയാണ്. സോ ഇത് 10 മിനിറ്റ്സ് കഴിയുമ്പോൾ പ്രീ ഹീറ്റ് ആയിട്ട് വരും. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് കേക്കൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ പാനിലേക്ക് ഒഴിച്ചു വെക്കണമല്ലോ, മോൾഡിലേക്ക്. സോ ഞാൻ ഇപ്പം തന്നെ ഇത് ഏതാണ്ടൊക്കെ ഒന്ന് കട്ടിയായി വരുന്നുണ്ട്. കട്ടിയായി വരണമല്ലോ, എപ്പോഴും പ്ലമ്മിൻ്റെ ബാറ്റർ കുറച്ച് കട്ടിയായിട്ട് തന്നെയായിരിക്കും ഇരിക്കുന്നത്. സോ ഞാനതിങ്ങനെ ഫോൾഡ് ചെയ്ത് കുറച്ചുകൂടെ ഉള്ളൂ, 2-3 വട്ടവും കൂടെ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ
നമ്മുടെ പ്ലം കേക്കിന്റെ ബാറ്റർ റെഡിയാവും. അത്യാവശ്യം ഇഷ്ടംപോലെ ഇങ്ങനെ ഒരു തവി ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ എന്തോരം അല്ലേ ഡ്രൈ ഫ്രൂട്ട്സ് ഇങ്ങനെ വരുന്നത്. സോ അങ്ങനെ മൈദമാവ് എല്ലായിടത്തും മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കാഷ്യൂനട്ടും കൂടെ ആഡ് ചെയ്യണം. ഗൈസ്, ഒരു കാര്യം കൂടെ ഞാൻ ചേർക്കാൻ മറന്നുപോയത് ഓറഞ്ച് സിസ്റ്റ് ആണ്. സോ അപ്പം ഞാൻ ഓറഞ്ച് ഗ്രേറ്റ് ചെയ്ത് ഞാൻ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി അതും കൂടെ ഒന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ ഇങ്ങനെ ആഡ് ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു, പക്ഷെ ഞാൻ മറന്നുപോയി. എന്തായാലും നന്നായി ഇത് അവനിലേക്ക് കയറ്റുന്നതിന് മുന്നേ ഓർത്തത്. അപ്പം അങ്ങനെ അതും ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ അതൊരു ഒരു ടീസ്പൂൺ ഒക്കെ വരുന്ന അത്രേ ഉള്ളൂ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തത്. അപ്പൊ അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു കൈപ്പിടി വരുന്ന കാഷ്യൂസ് അത് ഞാനൊന്ന് ഇങ്ങനെ ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആക്കി ഞാൻ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അതും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്ന് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യുക. നമ്മുടെ ഓറഞ്ചിന്റെ സെസ്റ്റ് ഒക്കെ എല്ലായിടത്തേക്കും എത്തണം, എവിടെയും കട്ട കെട്ടി കിടക്കരുത്. സോ അത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് 2-3 വട്ടം ഒന്ന് പതുക്കെ, അധികം ബലം പ്രയോഗിക്കാതെ ഒന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. സോ ദാറ്റ് നമ്മുടെ നട്ട്സും എല്ലാം എല്ലായിടത്തേക്കും എത്തണം. അതിന് വേണ്ടിയിട്ടാണ്. ആൽമണ്ട്സും ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഞാനത് മേടിച്ചില്ല, ആൽമണ്ട്സ് മറന്നുപോയി. അതുകൊണ്ട് ഉള്ളത് വെച്ച് ഞാൻ തൃപ്തിപ്പെടുകയാണ്. വേറെയും നമുക്ക് സാധനങ്ങൾ കേക്കിൻ്റെതായിട്ടുള്ള ഹോൾസെയിൽ ഇതിലൊക്കെ പോയി കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് മേടിക്കാൻ കിട്ടും. അതായത് ഈ സെസ്റ്റ്, നാരങ്ങയുടെ തോട്, അതുപോലെ ഓറഞ്ചിന്റെ പീൽ, പിന്നെ ജിഞ്ചർ വിളയിച്ചത്, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ കിട്ടും കേട്ടോ. പക്ഷെ എന്ത് ചെയ്യാനാണ്, എനിക്ക് എൻ്റെ കയ്യിൽ ഇപ്പോൾ ആ സാധനങ്ങളൊന്നുമില്ല. സോ ഉള്ളത് കൊണ്ട് ഓണം പോലെ, പക്ഷെ ഇപ്പോൾ ഉള്ളത് കൊണ്ട് നമുക്ക് ക്രിസ്മസ് ആക്കാം, ക്രിസ്മസ് ആഘോഷിക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ. നല്ല ഒരു എക്സാക്ട് പ്ലം കേക്കിന്റെ ആ ഒരു കളറൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഒരു ബ്രൗൺ കളറൊക്കെ തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മളിങ്ങനെ ഇതാക്കുമ്പോൾ തന്നെ ബാറ്ററിനെക്കാളും ഡ്രൈ ഫ്രൂട്ട്സ് ആണ് വരുന്നത്. സോ ഒരു വൺ വേ ഒരു നല്ല ഒരു റിച്ച് കേക്ക് തന്നെയാണ്. സോ നമുക്കിനി നേരെ നമ്മുടെ പാനിലേക്ക്, ഒരു 7 ഇഞ്ചിന്റെ പാൻ ആണ് ഞാൻ എടുക്കുന്നത്. സോ 500 ഗ്രാംസിന് നമ്മുടെ ഈ ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് 7 ഇഞ്ചിന്റെ റൗണ്ട് ടിന്നാണ് യൂസ് ചെയ്യേണ്ടത്. 7 ഇഞ്ചിന്റെ ടിന്നാണ്. ഇത്രയും ഒരു തിക്നെസ് ഒക്കെ ഉണ്ട്. ഇതാണ് 7 ഇഞ്ചിന്റെ ടിന്ന്. അപ്പൊ ഞാൻ ഇതിനകത്ത് ഓയിലാണ്, സൺഫ്ലവർ ഓയിൽ തന്നെ ഞാനൊന്ന് ഗ്രീസ് ചെയ്തിട്ട് ബട്ടർ പേപ്പറും അകത്തും വെച്ചു. പിന്നെ ഈ ചുറ്റിലും ഞാൻ ഇങ്ങനെ വെച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ബാറ്റർ അത് ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. സോ ഇതിന് ഇത്രയും ഹൈറ്റ് ഉള്ളത് കൊണ്ട് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഇതിന്റെ ഒരു കാൽഭാഗമേ കാണത്തുള്ളൂ ഈ ഒരു ഇത് ബാറ്റർ ഒഴിച്ചു വരുമ്പോഴേക്കും. പക്ഷെ ഇതിരുന്ന് ബേക്ക് ആവുമ്പോൾ ഓൾമോസ്റ്റ് ഒരു പകുതിയോളം ഒക്കെ ബേക്ക് ആയിട്ട് വരും. അതുകൊണ്ട് ഇത് ഇത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ് വിഷമിക്കണ്ട. ബേക്ക് ആവുമ്പോൾ നല്ല പോലെ പൊങ്ങി ഓൾമോസ്റ്റ് ഒരു ഇവിടം വരെയൊക്കെ ആയിട്ട് വരും. ഞാനിത് ഇതിനകത്തുള്ളതെല്ലാം ഒന്ന് വഴിച്ച് ഇതിലേക്ക് ഒഴിക്കട്ടെ കേട്ടോ. അപ്പൊ ദേ നമ്മുടെ കേക്ക് ബാറ്റർ എല്ലാം ഞാൻ മോൾഡിലേക്ക് പകർത്തിയിട്ടുണ്ട്. ഇനി ഇതിന്റെ എയർ ബബിൾസ് നമ്മൾ കളയണം. സോ ഞാൻ അതുകൊണ്ട് തന്നെ ഇതിപ്പം ഈ മാർബിളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നല്ലപോലെ ശബ്ദം കേൾക്കും. അതുകൊണ്ട് ഞാൻ അടിയിലൊരു ടവല് ഞാൻ 4ആയിട്ട് ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഒരു മിനിമം ഒരു 20 വട്ടമെങ്കിലും നമ്മൾ ഇങ്ങനെ അടിച്ചു കൊടുക്കുക. അപ്പൊ ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ ബബിൾസ് ഇങ്ങനെ വരുന്നത് നമുക്ക് കാണാൻ പറ്റും. സോ ഒരു 20 കൗണ്ട്സ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അങ്ങനെ നമ്മൾ ടാപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ കലാപരിപാടികൾ ഇനിയും തീർന്നിട്ടില്ല ഗൈസ്. ഇനി എന്തൊക്കെയായാലും റിച്ച് ആണ്, നമ്മൾ റിച്ച്നെസ്സിന് ഒരു കുറവും വരുത്തത്തില്ല. സോ അവസാന മിനുക്ക് പണികൾ, അതായത് നമ്മൾ കാഷ്യൂ ആൻഡ് ചെറി അത് വെച്ച് നമ്മൾ ഇങ്ങനെ മൊത്തം അലങ്കരിച്ചുകൊണ്ടിരിക്കും. ചിലപ്പോൾ ഇത് താഴെ ഇറങ്ങി പോവായിരിക്കും, അത് ഇതിന്റെ മൂഡ് അനുസരിച്ചിരിക്കും. എന്നാലും നമ്മൾ ഒന്നിനും ഒരു കുറവ് വരുത്തത്തില്ല ഗൈസ്. സോ ഇതിങ്ങനെ ഞാൻ സാധനങ്ങൾ നമ്മുടെ ഓവൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിത് മൊത്തം ഒന്ന് അത്തപ്പൂ ഇട്ട് കഴിയട്ടെ കേട്ടോ. അങ്ങനെ എൻ്റെ അത്തപ്പൂടൽ മഹാമഹ ചടങ്ങ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. സോ നോക്കിക്കേ, ഇപ്പൊ തന്നെ ഏതാണ്ടൊക്കെ മുങ്ങി പൊങ്ങാൻ പോവാണ്. ഇനി ഇതിപ്പോ ആയി വരുമ്പോ ഇതൊന്നും കാണില്ലായിരിക്കും ഗൈസ്. എന്നാലും ഇപ്പൊ കാണാനൊരു രസത്തിന് ഞാൻ ഇങ്ങനെ കിട്ടുന്നേ ഉള്ളൂ. നല്ല അടിപൊളിയായിട്ടില്ലേ എന്റെ ഡെക്കറേഷൻ? അപ്പൊ ഇത് ഇനി വേറെയും കുറച്ച് മിനുക്ക് പണികളൊക്കെ ഉണ്ട്. അപ്പൊ അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. അടുത്ത കലാപരിപാടി എന്താണെന്നല്ലേ, ഇങ്ങനെ ഒരു ന്യൂസ് പേപ്പറിനെ ഒരു 4ആയിട്ട് മടക്കിയിട്ട് ഇങ്ങനെ ഒരു സംഭവം ആക്കി കൊടുക്കുക. ചുറ്റും ഇങ്ങനെ ആക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ തൽക്കാലം ഫെവിക്കോൾ വെച്ചാണ് ഒട്ടിച്ചേക്കുന്നത്. സോ എല്ലാ ചൂടും ഇതിലേക്ക് തന്നെ വരാനായിട്ടാണ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത്.
എല്ലാം ഒട്ടി തന്നെ നിൽക്കുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഓൾ സെറ്റ്. ഇങ്ങനൊരു കൂടിനകത്ത് നമ്മുടെ കേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഞാനൊരു സ്റ്റാൻഡും എടുത്തിട്ടുണ്ട്. സോ ഇത് നേരെ നമ്മുടെ അവനിലേക്ക് OTG എനിക്ക് എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം ഞാൻ അവനിലേക്ക് ആക്കിയതാണ് ഗൈസ്. സോ 180 ഡിഗ്രി പ്രീഹീറ്റ് ചെയ്ത് കിടക്കുന്ന അവനാണ്. ഞാനത് കാണിച്ചു തരാം എങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് വെക്കുന്നതെന്നുള്ളത്. സോ ഇത് ഞാനൊരു സ്റ്റാൻഡോടെയാണ് ഞാൻ ഇടുന്നത്. ഇവിടെ ഞാൻ തട്ടാതെ സൂക്ഷിച്ച് ആണ് കയറ്റേണ്ടത്. ഓക്കെ, സോ ഇതെന്തായാലും അവിടെ തട്ടുന്നുണ്ട്, ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കട്ടെ. സോ ഞാൻ കയറ്റി, മുകളിലത്തെ ഒന്നും ചെറുതായിട്ടൊന്ന് മടക്കിയിട്ട് ഞാൻ കയറ്റി. ഇനി ആദ്യം 180 ഡിഗ്രി സെൽഷ്യസിൽ 20 മിനിറ്റ്സ് വെക്കണം. സോ ഞാൻ കൺവെൻഷനിൽ 180 ഡിഗ്രി സെൽഷ്യസ് ഫോർ 20 മിനിറ്റ്സ്. സ്റ്റാർട്ട്. അപ്പോൾ ഗൈസ് 20 മിനിറ്റ്സ് കഴിഞ്ഞു. ഇനി വീണ്ടും ഞാൻ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാണ്. സോ ഇനി ഇത് 160 ഡിഗ്രി സെൽഷ്യസിനകത്ത് 40 മിനിറ്റ്സ് ആണ്. ഇപ്പൊ 20 അല്ലേ, മൊത്തത്തിൽ 1 മണിക്കൂർ എടുക്കും. സോ ഞാനിപ്പോ 40 ആണ് കൊടുക്കുന്നത്. എന്നാലും ഞാനൊരു 35 മിനിറ്റ്സ് ഒക്കെ കഴിയുമ്പോൾ ഞാനൊന്ന് നോക്കും. 30 മിനിറ്റ്സോടെ ഞാൻ നോക്കി തുടങ്ങും. അപ്പോ നെക്സ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മുടെ OTG ആയിരുന്നെങ്കിൽ ലൈവായിട്ട് കാണായിരുന്നു ബേക്ക് ആവുന്നത്. പക്ഷെ മൈക്രോവേവ് അവൻ ആയതുകൊണ്ട് അത് കാണുന്നില്ല. അപ്പൊ നമുക്കിനി ബാക്കി ഇത്രയും സമയം കൂടെ വെയിറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു കേക്ക് എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട്. അപ്പോ നമ്മുടെ കേക്ക് ഏതാണ്ടൊക്കെ ഇങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട്. ഒന്ന് എടുത്തു നോക്കാം ആയോ ഇല്ലയോ എന്നുള്ളത്. ഞാനിതിപ്പോ ഒരു 25 മിനിറ്റ്സിലാണ് ഇതാക്കിയിരിക്കുന്നത് കേട്ടോ. കറക്റ്റ് ഞാൻ 25 അല്ലല്ലോ, 40 മിനിറ്റ്സ് വെച്ചു. ഒരു 32 മിനിറ്റ്സ് ആയപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ നോക്കുകയാണ് ആയോ ഇല്ലയോ എന്നുള്ളത്. ഇനി ഇത് കഴിഞ്ഞാൽ കുറച്ച് ഡേഞ്ചർ ആണ്, കാരണം ചിലപ്പോൾ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ പുറത്തെടുത്തൊന്ന് നോക്കട്ടെ. ഞാനങ്ങനെ പുറത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് സ്ക്യൂർ വെച്ചിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് ഇറക്കി നോക്കാം ആയോ ഇല്ലയോ എന്നുള്ളത്. ക്ലീൻ ആയിട്ടാണ് വന്നേക്കുന്നത്. 2-3 സ്ഥലത്ത് അങ്ങനെ ചെയ്തു നോക്കാം. ക്ലീൻ ആയിട്ടാണ് വന്നേക്കുന്നത്. യൂഷ്വലി ഇതിങ്ങനെ വിണ്ട് കീറാറില്ല. വിണ്ട് കയറിയതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇതിന്റെ ചുറ്റും ആദ്യം ഒരു പേപ്പർ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പേപ്പർ കുറച്ച് കഴിഞ്ഞപ്പോൾ അതാണ് അവിടെ ഇങ്ങനെ സൈഡിൽ കരിഞ്ഞൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. ആ പേപ്പർ ചെറുതായിട്ടൊന്ന് കത്തിപ്പോയി. അത് ആ ഹൈറ്റിനനുസരിച്ച് വെക്കാത്തതുകൊണ്ടാണ്. അപ്പൊ ഞാൻ അതിങ്ങനെ ഇടയ്ക്ക് വെച്ച് എനിക്ക് തുറന്ന് അത് എടുത്ത് മാറ്റേണ്ടി വന്നു. അപ്പം ആ ഒരു ടെമ്പറേച്ചർ വേരിയേഷൻ വന്നുകൊണ്ടാണ് ഇത് ഇങ്ങനെ വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതെന്തായാലും ആയിട്ടുണ്ട്. നല്ലൊരു പ്ലം കേക്കിന്റെ ലുക്കും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. ബട്ട് ചെറിയെല്ലാം ഉള്ളിലോട്ട് പോയി ഗൈസ്. അപ്പം അത് സാരമില്ല. ഇനി ലാസ്റ്റ് സെറ്റ് ഒരു സംഭവം നമുക്ക് ചെയ്യാനുണ്ട്. ഒരു മിനുക്ക് പണി എന്ന് വേണമെങ്കിൽ പറയാം. ഇതാണ് ഗൈസ്. ഇത് ഷുഗർ സിറപ്പ് വേറൊന്നുമല്ല, ഇത് സാക്ഷാൽ റമ്മാണ് ഗൈസ്. സോ ഈ റമ്മ് ഇതിപ്പോ നല്ല ചൂടോടെ ഞാൻ സ്ട്രെയിറ്റ് ഫ്രം ദ അവൻ എടുത്തു വെച്ചിരിക്കുന്ന സാധനമാണ്. നല്ല ചൂടാണ്. സോ ഈ ചൂടോടെ തന്നെ എന്ത് ചെയ്യണം, ഒരു 1/2 കപ്പ് റം ഇതിന്റെ പുറത്തൂടെ ഒഴിച്ചു കൊടുക്കാം. സോ അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഇത് ആൽക്കഹോളിക് ആണോ എന്ന് ചോദിച്ചാൽ ആൽക്കഹോളിക് ആണ്. അത് അവസാനം പറയാമെന്നുള്ളത്. സോ അത് കൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. ഇത് ഈവൻ സോക്ഡ് റമ്മിൽ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് യൂസ് ചെയ്യുമ്പോഴും ഈ ഒരു പ്രൊസീജിയർ നമ്മൾ ഫോളോ ചെയ്യേണ്ടതാണ്. എന്നാൽ മാത്രമേ നമുക്ക് ആ റമ്മിന്റെ ഒക്കെ ഒരു കറക്റ്റ് ആ ടേസ്റ്റ് ഒക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. അല്ലാതെ റമ്മിൽ സോക്ക് ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് മാത്രം കൊണ്ടല്ല ഇത് ഇങ്ങനെ ഈ ഒരു റമ്മിന്റെ ടേസ്റ്റ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഇതിങ്ങനെ ഫുൾ എവ്രിവെയർ ഓൾ അറൗണ്ട് ദ കേക്ക് ഇതിങ്ങനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതെവിടെയും തളം കെട്ടിയൊന്നും നിൽക്കത്തൊന്നുമില്ല. ഇത് താഴോട്ട് തന്നെ അങ്ങ് പോവും. എന്നിട്ട് ഫുൾ ഇതങ്ങ് കുതിർന്ന് വരും. ആൻഡ് ഇത് തണുത്ത് വരുമല്ലോ. തണുത്ത് വരുമ്പോൾ ഇത് തനിയെ അതൊക്കെ അങ്ങ് അബ്സോർവ് ആവും. എനിവേ ഇത് ആൽക്കഹോളാണ്. സോ ഇത് ഒബ്വിയസ്ലി ഇതങ്ങ് വേപ്പറൈസ് ആയി പോയിക്കോളും. എന്നിട്ട് ഇതിന്റെ ആ ഒരു എസൻസ് ഒക്കെയാണ് ഈ കേക്കിലേക്ക് നിൽക്കുന്നത്. അപ്പൊ ഇനി ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വിടാം. അത്രേ ഉള്ളൂ നമ്മുടെ പ്ലം കേക്ക്. ഇത്രയേ ഉള്ളൂ. അപ്പൊ എല്ലാവരും എന്താ അതിന്റെ സൗന്ദര്യമൊക്കെ നോക്കി ഇങ്ങനെ ആസ്വദിച്ചു ഗൈസ്. വിണ്ട് കീറിയത് ഒഴിച്ച് ബാക്കി യൂഷ്വലി ഇത് വിണ്ട് കീറാറില്ല. ഇത് എന്റെ ഭാഗത്തുനിന്ന് പറ്റിയൊരു തെറ്റ് കാരണമാണ്.
അല്ലെങ്കിൽ നല്ല അടിപൊളിയായിട്ടൊക്കെ നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പൊ തന്നെ ആ നമ്മക്ക് ഒഴിച്ചുമ്പോൾ നല്ല അടിപൊളി മണമൊക്കെയാണ് ബജായിസ് വരുന്നത്. ഇതെങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ ഇനി വരുന്ന വീഡിയോയിലൊക്കെ കാണുന്നതായിരിക്കും. അപ്പൊ താങ്ക് യു, ബൈ.